നമസ്കാരം. പുതിയ UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി കോൺഗ്രസിന്റെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിനുള്ള അന്തിമ ചർച്ചകൾ തലസ്ഥാനത്ത് പുരോഗമിക്കുമ്പോൾ സമുദായ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തെ വീണ്ടും പിടിച്ചുലയ്ക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിൽ 10 പേർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. ബാക്കിയുള്ളവയ്ക്കായുള്ള ചർച്ചയും തുടരുകയാണ്. ഇതിൽ സിംഹഭാഗവും നായർ സമുദായത്തിനാണ്. മുഖ്യമന്ത്രി VD സതീശൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, K മുരളീധരൻ എന്നിവരടങ്ങുന്ന 5 നായർ പ്രതിനിധികളാണ് കോൺഗ്രസ് പട്ടികയിലെ പ്രബല സാന്നിധ്യം. സാമുദായിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഈഴവ സമുദായത്തിൽ നിന്നും 2 പ്രതിനിധികളെ നിലവിൽ മന്ത്രിസഭയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള DCC മുൻ പ്രസിഡന്റ് M ലിജുവും കൊല്ലത്തെ ബിന്ദു കൃഷ്ണയുമാണ് ഈ പ്രതിനിധികൾ. ഇവർക്ക് പുറമെ ദളിത് പ്രാതിനിധ്യമായി AP അനിൽകുമാറും ക്രൈസ്തവ മുഖമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പട്ടികയിൽ ഇടം പിടിച്ചു. മലബാറിൽ നിന്നുള്ള മുസ്ലിം പ്രാതിനിധ്യമായി KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖും ക്യാബിനറ്റിലേക്ക് എത്തും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ അവസാന നിമിഷം മന്ത്രിസഭാ സാധ്യതകളിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രായോഗിക സമവാക്യങ്ങൾ കാരണമാണ്. കോട്ടയം ജില്ലയിൽ നിന്നും മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിസഭയിലേക്ക് വരുന്നത് ഉറപ്പായതോടെയാണ് ചാണ്ടി ഉമ്മന് വഴിമാറേണ്ടി വന്നത്. ഒരു ജില്ലയിൽ നിന്നും 2 പേരെ മന്ത്രിമാരാക്കുന്നതിലെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി നേതൃത്വം ചാണ്ടി ഉമ്മനെ മാറ്റി നിർത്തിയത്. വയനാട്ടിൽ നിന്നുള്ള മുതിർന്ന നേതാവ് T സിദ്ദിഖിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ കടുത്ത സമ്മർദ്ദവും താൽപര്യവുമുണ്ടെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. മലബാറിലെ മുസ്ലിം മുഖമായി സിദ്ദിഖിനെ ഉയർത്തിക്കാട്ടണമെന്ന KC പക്ഷത്തിന്റെ കടുംപിടുത്തത്തിനൊടുവിൽ VD സതീശനും ചെന്നിത്തലയും ഉൾപ്പെടുന്ന സംസ്ഥാന നേതൃത്വത്തിന് വഴങ്ങേണ്ടി വരികയായിരുന്നു. സിദ്ദിഖിന്റെ മന്ത്രിസ്ഥാനം KC വേണുഗോപാലിന്റെ രാഷ്ട്രീയ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടെ അൻവർ സാദത്തിനും ഷാനിമോൾ ഉസ്മാനും സാധ്യത അടഞ്ഞു. അതേസമയം ചില പ്രമുഖ മണ്ഡലങ്ങളിൽ നിന്നുള്ള നേതാക്കളെയും സമുദായ സമവാക്യങ്ങൾ പാലിച്ച് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തലത്തിൽ ഇപ്പോഴും ഊർജിതമായ ആലോചനകൾ നടക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, ആലുവ MLA അൻവർ സാദത്ത്, മുതിർന്ന വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാൻ എന്നിവരെ മന്ത്രിമാരായി പരിഗണിക്കുന്ന കാര്യത്തിലും ചർച്ചകൾ സജീവമായി തന്നെയുണ്ട്. പാർട്ടിക്ക് വേണ്ടി ദീർഘകാലമായി പോരാടുന്ന ഇവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന വാദം ശക്തമാണ്. ഈഴവ സമുദായത്തിൽ നിന്നും മൂന്നാമതൊരു മന്ത്രിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം വന്നതോടെ ജയന്ത്, ഇടുക്കിയിൽ നിന്നുള്ള സേനാപതി വേണു എന്നിവരുടെ പേരുകളാണ് ഹൈക്കമാൻഡ് സജീവമായി പരിഗണിക്കുന്നത്. ഇരുവരിൽ ഒരാൾ കൂടി മന്ത്രിസഭയിൽ വരാൻ അവസരമൊരുങ്ങിയാൽ ഇത് പാർട്ടിയിലെ ഈഴവ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള പരാതികൾക്ക് വലിയൊരു പരിധിവരെ പരിഹരിക്കാൻ സഹായകമാകും. കോൺഗ്രസ് പട്ടികയിൽ ദളിത് പ്രതിനിധികളായ VP സജീന്ദ്രൻ, KA തുളസി എന്നിവർക്കും മന്ത്രിമാരാകാൻ ശക്തമായ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തിയ സജീന്ദ്രനും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ തുളസിയും മന്ത്രിസഭയിൽ എത്തണമെന്ന വാദം ശക്തമാണ്. ഷാനിമോൾ ഉസ്മാന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാൻ ആലോചനയുണ്ട്. ഒരു വനിതയും അനുഭവസമ്പന്നയുമായ ഷാനിമോൾ സഭാ നടപടികൾ നിയന്ത്രിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്നാണ് പൊതുവിലയിരുത്തൽ. ഷാനിമോൾ ഡെപ്യൂട്ടി സ്പീക്കർ ആകുന്നതോടെ മന്ത്രിസഭയിലെ മുസ്ലിം പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട മറ്റ് സങ്കീർണതകൾ ഒഴിവാക്കാൻ നേതൃത്വത്തിന് സാധിക്കും. യുവനിരയിൽ നിന്നും ശക്തമായ ഇടപെടലുകളുടെ ശ്രദ്ധേയരായ അങ്കമാലി MLA റോജി M ജോൺ, മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാട് എന്നിവരെയും പുതിയ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നതിനായുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്.